ബഹുമാനം തോന്നുന്നില്ല, അംഗീകാരം തോന്നുന്നില്ല, പോണ്ട, ബഹുമാനിക്കണ്ട, സ്നേഹിക്കണ്ട, അവിടെ വെള്ളം കുടിക്കാനും പോണ്ട, ഖലാസ്. പക്ഷേ ഇങ്ങനെയുള്ള പാരമ്പര്യത്തിൽ വന്ന് വിശ്വസ്തരെന്ന് പറയപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് ലഭിച്ചതായതുകൊണ്ട് അതിനെ പരിഹസിക്കാനോ കുറ്റം പറയാനോ കളിയാക്കാനോ പാടില്ല. അത് നമ്മളെ ഈമാനിനെ ബാധിക്കും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പോ വിശ്വാസമുള്ളവർ പോയാൽ മതി. അവർക്ക് അതിന്റെ എല്ലാ ഗുണവും കിട്ടും, ബറക്കത്ത് കിട്ടും, ആദരവുണ്ടാവും, ഒക്കെ ഉണ്ടാവും. വിശ്വാസമില്ലാത്തവര് പോകണ്ട, വെള്ളം കുടിക്കാൻ വേണ്ട, അംഗീകരിക്കണ്ട. പക്ഷേ കളിയാക്കാൻ, അവഹേളിക്കാൻ, പരിഹസിക്കാൻ, കുറ്റം പറയാൻ മുഅ്മിനീങ്ങൾക്ക് പാടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകളെ പൂർവികരായ മുൻഗാമികൾ സമീപിച്ച രീതി, ഉലമാക്കളും മുൻഗാമികളും സമീപിച്ച രീതി ഈ പറഞ്ഞ പരീക്ഷണത്തിന്റെ രീതി അല്ല. അള്ളാഹുവിനെയും റസൂലിനെയും പരീക്ഷിക്കുക എന്നത് ഇബ്ലീസിന്റെ തരീഖാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചത്. ഈസാ നബി അലൈഹിസ്സലാം സിയാഹത്തിന്റെ സമയത്ത് വലിയൊരു മലയുടെ മുകളിൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അല്ല മസീഹ് തങ്ങളെ, എല്ലാം അള്ളാഹുവിന്റെ ഖളാഉം ഖദറും അനുസരിച്ച് മാത്രമേ വരൂ. അങ്ങനെയല്ല, അങ്ങനെ വരൂ. അള്ളാഹു ഖളാ ആക്കാത്ത, ഖദറാക്കാത്ത ഒരു കാര്യവും നടക്കൂലല്ലോ. ഇല്ല, നടക്കൂല. ഞങ്ങളൊരു കാര്യം ചെയ്യും, ഈ മലന്റെ മുകളിൽ കീപ്പട്ടാട് ചാടി അള്ളങ്ങൾ മരിക്കാനും പരിക്കേൽക്കാനും ഖളാക്കിയെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പറ്റും. ചാടിയാലും പറ്റും, ചാടില്ലാനും പറ്റും. ഇല്ല, അള്ളങ്ങൾക്കൊന്നും പറ്റാൻ ഖളാക്കിയിട്ടില്ല, ഒട്ടിക്കോളി. നിങ്ങൾ ഇവിടുന്നാണ് ചാടിയാൽ നിങ്ങൾക്ക് ഒരു വസ്തും പറ്റൂല. നിങ്ങളൊന്ന് ചാടിയാണിയാൽ ഒരു പരീക്ഷണമാണിത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാ ഖദറനുസരിച്ച് എന്തും നടക്കൂ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എന്നാൽ അതൊരു സംഭവം തന്നെയാണല്ലോ അത്. എന്നാ അതൊന്ന് പരീക്ഷിക്കുക. ചാടിയാണിയാണ്. എന്താ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞത്? ഈസാ നബിക്ക് ഈമാനില്ലേ? 100% ഈമാനില്ലേ? അള്ളാന്റെ ഖളാ ഇല്ലാത്ത നടക്കൂല. ഖളാ ഉണ്ടാകാതെ എന്താണ് നടക്കുന്നുണ്ട് ഈമാനില്ലേ? ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അർ-റബ്ബു ലാ യുഖ്തബറു, അള്ളാഹിനെ പരീക്ഷിക്കാൻ പറ്റൂല. അതിന് പറഞ്ഞോളൂ, അർ-റബ്ബു ലാ യുഖ്തബറു, അള്ളാഹുവിനെ, അത് അള്ളാഹിന്റെ അധികാര പരിധിയായി നമ്മൾ പരീക്ഷിക്കാൻ പറ്റൂല. ഈ പറഞ്ഞ പ്രത്യേകത ഉണ്ട് എന്നത് അള്ളാഹുവിന്റെ ഹബീബിന് കൊടുത്ത പ്രത്യേകതയാണ്. അത് നമുക്ക് ബോധ്യമുണ്ട്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് ബോധ്യമുള്ള ഒരു സംഗതി പരീക്ഷിക്കാൻ പാടില്ല. അർ-റബ്ബു ലാ യുഖ്തബറു, എന്നാലും സ്വീകരിക്കൂലായിരുന്നു പറഞ്ഞു. കഴിഞ്ഞു. ആദ്യം പറഞ്ഞു അല്ല, അങ്ങനെയല്ല, സഹീഹായ റിപ്പോർട്ട് സനദ് ഉണ്ടെങ്കിൽ സ്വീകാര്യമാണ് എന്ന് പറഞ്ഞ അവര് തന്നെ നിങ്ങൾ എന്ത് സനദ് കൊണ്ടുവന്നാലും ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ പരീക്ഷിച്ച് കാണിച്ചു തരണം. അതിനെന്താ നിങ്ങൾക്ക് പേടി? പരീക്ഷിച്ച് കാണിച്ചു തരണം. എന്ത് സനദ് നിങ്ങൾ കൊണ്ടുവന്നാലും ഞങ്ങൾ സ്വീകരിക്കൂല. ഇല്ലെങ്കിൽ അതിന് ക്ലിപ്പ് ഇടണ്ട്. നമ്മൾ ക്ലിപ്പിട്ട് പ്രസംഗിക്കുന്ന ആളുകളല്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. എന്ത് സനദ് നിങ്ങൾ കൊണ്ടുവന്നാലും ഞങ്ങൾ സ്വീകരിക്കൂല. പരീക്ഷിച്ച് കാണിച്ചു തരണം. അത് ഓരോ ദിവസം ഓരോന്ന് പറയാണ്. അപ്പൊ അതാണ് ഒരു ദിവസം പറഞ്ഞ് അത് എന്തായാലും കത്തൂല. കാരണം എന്താണ്? മൂപ്പര് പറഞ്ഞിട്ടുണ്ട്, മറ്റേ ആള്, ഈ കൊടുത്ത ആളുടെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഇത് മനുഷ്യന്റെ മുടി എന്നല്ല, ലഭിതങ്ങളുടെ മുടിയല്ല എന്ന് മാത്രമല്ല, മനുഷ്യന്റെ മുടി തന്നെയല്ല, മറിച്ച് സിന്തറ്റിക്, അത് തന്നെ സാധാരണയല്ല, ഏറ്റവും മുന്തിയ ആലിൻ ജവതയായിരിക്കുന്ന സിന്തറ്റിക് കൊണ്ട് നിർമ്മിക്കപ്പെട്ട പ്രത്യേക മുടിയാണ്. അത് തീയിലിട്ടാൽ കരിയില്ല എന്ന്, അതുകൊണ്ട് കത്തിച്ച് കാണിച്ചു കൊടുത്താലും സ്വീകാര്യം അല്ല. ഉണ്ട് എന്ന് പറയുന്നു. അപ്പോ എന്നാ ഇമൽ ഉറച്ചിക്കണ്ടേ ആള്? നമുക്ക് വിരോധമല്ല, ആയിക്കോട്ടെ, ഇമൽ ഉറച്ചിക്ക്. ഇന്നെന്താ പറഞ്ഞ്? ഇന്നലെ എന്താ പറഞ്ഞ്? ഏതോ ബാർബർ ഷാപ്പിൽ നിന്ന് എടുത്തുകൊണ്ടെന്ന മുടിയാണ്. ബാർബർ ഷാപ്പിൽ സാധാരണ സിന്തറ്റിക് മുടി ബാർബർ ഷാപ്പിൽ ഒഴിവാക്കുവോ? സിന്തറ്റിക്കിന്റെ മുടിന്റെ നമ്മൾ പറയാൻ പറഞ്ഞു. മറ്റോലുണ്ടല്ലോ, ആര്? ഗൾഫ് കയറ്റിയാറ് ഓരോരുത്തർ സാധനമുണ്ട്, അത് ഓര് പോയിട്ട് ബാർബർ ഷോപ്പ് പോയിട്ട് വെട്ടിക്കോ. ബാർബർ ഷോപ്പിൽ പോകണമെങ്കിൽ ഇത് പഠിച്ചു കളയാ, വെട്ടിയ വേണ്ടേ? ഇത് വലുതാവില്ലല്ലോ, ഉള്ള വലുപ്പത്തിലല്ലേ, പിന്നെ കളയാൻ പോവോര്.
സിന്തറ്റിക് വെച്ചാൽ ബാർബർ ഷോപ്പ് കിട്ടൂലല്ലോ. അപ്പൊ തലേന്ന് പറയുന്നു സിന്തറ്റിക് നിർമ്മിതമാണ്, പിറ്റേന്ന് പറയുന്നു എന്ത് ബാർബർ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ബാർബർ ഷോപ്പിൽ നിന്നിട്ട് കൊണ്ടുവന്നതാണ്. നേരത്തെ പറഞ്ഞ് ഏപ്പിന്റെ പെണ്ണുങ്ങളെ മുടിയാണ്. ഏപ്പിന്റെ പെണ്ണുങ്ങളെ മുടിയാണ്. ഏപ്പിന്റെ പെണ്ണുങ്ങളെ മുടിയാണെങ്കിൽ ഒക്കെ നരച്ചിട്ടുണ്ടാവൂലേ? അല്ലല്ല, അതൊന്നും നമ്മൾ പറയണ്ട, നമ്മളതൊന്നും പറയണ്ട. നമ്മളതൊന്നും പറയണ്ട. നാട്ടിലൊക്കെ വളർത്താൻ എന്താ, ഏതോ മറ്റേ സുഡാനി പെണ്ണിന്റെ മുടിയാണ്, അത്ര വലിപ്പമുള്ളൂ. സുഡാനി പെണ്ണുങ്ങളുടെ മുടി ഇങ്ങനെ ചുരുണ്ടിട്ടില്ല, അത് സാധുക്കൊക്കെ അറിയോ? ആരായിക്കോട്ടെ പൊന്നിച്ചങ്ങായിമാരെ, നമ്മളിവിടെ ഈ നാട്ടിലാണല്ലോ ജീവിക്കുന്നത്. സുഡാനി പെണ്ണുങ്ങൾ, വലിയ പെണ്ണുങ്ങളെ നമ്മൾ കാണുന്നെങ്കിലും പെൺകുട്ടികളെ കണ്ടിട്ട് ഞങ്ങള് അതിങ്ങനെ സ്പ്രിങ്ങോലെ ഇങ്ങനെയല്ലേ ഇല്ലേ? ഞങ്ങളൊക്കെ മദ്രസയിൽ വരുന്നുണ്ടാവും കുട്ടികള്. അല്ലാണ്ടാവില്ല, എന്നാ തന്നെ ഇങ്ങനെ ചുരുണ്ടിട്ടാണ്ടാകുക. അതെങ്ങനെ 1.5 മീറ്റർ കിട്ടുമോ? ഏതെങ്കിലും ദുന്യാവിലുള്ള മുഴുവൻ സുഡാനി പെൺകുട്ടികളോട് മുറിച്ചുണ്ടാക്കിയാലും ഇതിങ്ങനെ ചുരുണ്ടി കമ്പി ചുരുണ്ടിട്ടാണ്ടാകുക. പിന്നെ 1.5 മീറ്റർ കണ്ടിട്ട് കിട്ടുക. ഇങ്ങനെയൊക്കെ അതൊന്നും ശരിയല്ല. ഇസ്ലാമിന്റെ വഴിയും അതല്ല. ഇസ്ലാമിന്റെ വഴി 2 എണ്ണം. ഒന്ന്, ബഹുമാനിക്കപ്പെടുന്ന വിശ്വാസയോഗ്യരായ ആദരിക്കപ്പെടുന്ന ആളുകളുടെ വാക്ക് സ്വീകരിക്കുക, മുസ്ലിം ഉമ്മത്തിന്റെ നടപടി അംഗീകരിക്കുക. അന്വേഷണമാണെങ്കിൽ അയാൾ ഇപ്പോഴുണ്ടല്ലോ ജീവിച്ചിരിക്കുന്നത്. ഈ കൊടുത്ത ആളടുത്തേക്ക് പറഞ്ഞേക്ക് 2 കക്ഷിയും നിഷ്പക്ഷമതികളായ 2 or 4 മധ്യസ്ഥന്മാരെയും കൂട്ടി പോയിട്ട് ഇയാളെ വാക്ക് മാത്രം സ്വീകരിക്കണ്ട, ഇയാളെ കുടുംബങ്ങളും ഇയാളുടെ ഇതുമായി ബന്ധപ്പെട്ട രേഖകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് ഒന്ന് നിഷ്പക്ഷമായി പരിശോധിക്കാമല്ലോ. അതിനിപ്പോ ഒരു ബുദ്ധിമുട്ടില്ല. ഈ ഒരു യോഗം നടത്തണ പൈസ ഉണ്ടായി പറഞ്ഞ 10 ആൾക്ക് പോകാം. ഒറ്റൊരു യോഗം നടത്തണേ അല്ലേ? അതിനത്ര ചെലവേ വരുള്ളൂ. അത് പോരാ, ഒരാളുണ്ടായ പോരാ. ഈ 2 കക്ഷികളിൽപ്പെട്ട പ്രതിനിധികൾ പോകണം. എന്നിട്ട് നിഷ്പക്ഷമതികളായ മധ്യസ്ഥന്മാരും വേണം. എന്നിട്ട് അവർ മുഖേന പഠിക്കുക. വേണമെങ്കിൽ എന്ത് പഠിക്കുക? ഇയാൾ പറഞ്ഞത്, ഈ അഹമ്മദ് പറഞ്ഞത് ശരി തന്നെയോ? ഇങ്ങനെ തിരുശേഷിപ്പ് അവരുടെ കുടുംബത്തിൽ പാരമ്പര്യമായുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ രേഖ എവിടെയാണ്? ഇയാൾക്ക് ഇതിന് അവകാശമുണ്ടോ, അധികാരമുണ്ടോ? അത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. പക്ഷെ അത് ഞാൻ പറയാൻ തുടക്കത്തിൽ പറഞ്ഞത്, പണ്ട് അബ്ദുള്ള കുലൈബി നേരിട്ട് കോഴിക്കോട് വന്ന് അയാൾക്കന്ന് വരാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതി അല്ല. ഒരു കാല് ഓപ്പറേഷൻ ചെയ്ത് മുറിച്ചു കളഞ്ഞ ആ അവസ്ഥയിലുള്ള ആ മനുഷ്യൻ എന്റെ കാരണത്താൽ മുസ്ലിം ഉമ്മത്ത്, പ്രത്യേകിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നാട്ടിൽ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞിട്ട് അയാൾ അതിനായിട്ട് കോഴിക്കോട് വന്ന് പത്രസമ്മേളനം വിളിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പ്രശ്നം തീർന്നോ? തന്നെ പറയുന്നു. ഇയാള് വരും തന്നെയല്ല, ഇയാള് വരാൻ തയ്യാറ. എങ്ങനെ? പള്ളി തറക്കല്ലിടലിന് അയാൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പള്ളി ഉണ്ടല്ലോ, പള്ളി തറക്കല്ലിടലിന് അയാൾ തന്നെ വരും. അയാൾ വന്നിട്ട് കാര്യമില്ല പറയുന്നത്. അയാളല്ല വരേണ്ടത്. പോയിട്ട് അയാളുടെ കുടുംബം തന്നെ കുറെ ഉണ്ടാവുമല്ലോ. ഈ കുടുംബത്തിന്റെ രേഖകളും നമ്മളെ പോലെയല്ല. നമ്മളെ നാട്ടിൽ നമുക്ക് കുടുംബത്തിന് എന്തോ വല്ല രേഖയാണ്. ഇവർക്കതല്ല. ഇവർ അൻസാരികളാണെങ്കിൽ സഹാബികൾ തൊട്ട് ഇതുവരെയുള്ള കൃത്യമായ രേഖകൾ എഴുതി സൂക്ഷിക്കുന്നവരവരൊക്കെ. അത് അറബികളുടെ പ്രത്യേകത. ലോകത്ത് വേറൊരു കൂട്ടർക്കില്ലേ? അങ്ങനെയുള്ള ആ കുടുംബ പാരമ്പര്യത്തിൽ സൂക്ഷിപ്പുള്ള തിരുശേഷിപ്പുകളെ പറ്റി രേഖ ഉണ്ടാവും. ഈ രേഖ നിഷ്പക്ഷമതികളെ കൊണ്ട് പരിശോധിച്ച് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർക്കലാണ് ഉദ്ദേശമെങ്കിൽ ഏറ്റവും നല്ല മാർഗം അതാണ്. പക്ഷേ നന്മ ഉദ്ദേശിക്കുന്നവർക്കല്ലേ. ഒക്കെ പൊടി ആളൊക്കെ ആരെയൊന്നും നമ്മൾ പറയണ്ട. ആളുകൾ ആരോ എന്തോ. ഞാൻ പാരെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒരാളെ പറ്റി ഞാൻ പറയണില്ല. അവരൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണ്, ആലിമീങ്ങളാണ്. ഓര് പറഞ്ഞാലും ഒരു വൃത്തത്തിൽ നിന്ന് പറയാ. അതിനുള്ളതൊക്കെ അങ്ങനെ ഉണ്ടാവും. ഏത് ബൈച്ചാര് തല്ലാൻ പോകുമ്പോ മർമ്മം നോക്കിയിട്ട് തല്ലുള്ളൂ. അപ്പോ അതിന് വേണ്ട മറുകൈ കളരടിച്ചവർ തമ്മിൽ തല്ലുകയാണെങ്കിലേ ഒരുത്തന്റെ ചവിട്ടിന് മറ്റേ ചവിട്ടും, ഒരുത്തന്റെ ഒഴിച്ചിന് മറ്റവന്റെ മറിച്ചിലും ഒക്കെ നേരത്തെ രണ്ടാക്കും അറിയാം. പിന്നെ ഈ കൈക്കടുപ്പം കൊണ്ടും അള്ളാന്റെ കള്ള കൊണ്ടും ഓരോന്ന് കുടുങ്ങുക. ഇല്ലെങ്കിൽ വരാൻ പാടില്ല. നിയമം അങ്ങനെയാണ് അതിന്റെ നിയമവും.
അന്നേക്ക് ഇവര് അതിനൊക്കെ എന്തുണ്ട് മർമർമ്മം കണ്ടിട്ട് ആണ് ഒരു കാലം വെക്കണേ. പക്ഷെ ഇതൊന്നറിയാതെ എന്നെ പോലത്തെ പൊട്ടന്മാര് പോയിട്ട് എന്താക്കാണ് പൊട്ടക്കുജി ചാടും. അങ്ങനെ സാധാരണക്കാര് ഈമാൻ നഷ്ടപ്പെടും. ഇവരതിന് കാരണക്കാരായി നിങ്ങൾക്ക് ഒരു ഉത്തരവാദിയോ? അതാണ് അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. നമുക്ക് നല്ലത് ഞാൻ പറഞ്ഞ അവസാനം പറഞ്ഞ രണ്ട് മാർഗം. നമുക്കത് വിശ്വാസം ബോധ്യമുണ്ടെങ്കിൽ പോയി കാണാ, വെള്ളം കുടിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക, അതിന്റെ കൂടെ നമുക്ക് കിട്ടും. നമുക്ക് ബോധ്യം വരുന്നില്ലെങ്കിൽ നമ്മളാണ് പോകും വേണ്ട, അത് കാണും വേണ്ട, അതിന്റെ വെള്ളം കുടിക്കും വേണ്ട. പക്ഷെ മൂന്നാം കക്ഷി പെടാൻ പാടില്ല. ഏതാ? കളിയാക്കുക, ആക്ഷേപിക്കുക, പരിഹസിക്കുക, അതിലെന്തായാലും പെടാൻ പാടില്ല.